ഈ വിഷയത്തിൽ ലീഗിനുള്ള ആവേശം പക്ഷേ കോൺഗ്രസിനില്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല 50 കൊല്ലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് അവൻ്റെ പൗരത്വത്തെ സംബന്ധിച്ച് മതത്തിൻ്റെ പേരിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ ആ പാർട്ടി? ആ പാർട്ടിയെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ വിമർശിക്കുക? ആ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സംശയമില്ല അതിശക്തമായിട്ട് അവർ 50 കൊല്ലം ഈ രാജ്യത്ത് കൊണ്ടുവന്ന നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കുന്ന BJP ഭരണകൂടത്തിനെതിരെ ഉണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോഴും തെരുവിൽ പോരാട്ടത്തിലാണ്. ഇപ്പോഴും കോൺഗ്രസിനെ വിമർശിക്കുന്നത് പോലും BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയാകും എന്ന വിശ്വാസമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. എല്ലാ നിയോജകമണ്ഡലങ്ങൾ കേന്ദ്രങ്ങളിലും നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാത്രി അങ്ങനെ സംസ്ഥാന തലം ഒന്നുമില്ല, എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഷേധമാണ്. സംസ്ഥാന നേതാക്കളൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ പങ്കെടുക്കും. അതേ ഉള്ളൂ. ഒരിക്കലുമില്ല. കഴിഞ്ഞ തവണ കേരളത്തിലെ കോൺഗ്രസ് MP-മാർ സംസ്ഥാനത്തുടനീളം പദയാത്രകൾ നടത്തി. കേരളത്തിലെ വേറെ CPM-ന്റെ MLA-മാർ നടത്തിയിട്ടുണ്ടോ അങ്ങനെ പദയാത്ര? എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് നടത്തിയിട്ടുള്ള MP-മാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ആർക്കാണ് മറക്കാൻ കഴിയുക? വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് ഒറ്റക്കും കൂട്ടായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. മതപരമായിട്ട് ഒരു പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോപണം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണത്തെ ഈ സമരത്തിനിടയിലൊക്കെ ഈ ഇത്തരം മതപരമായ ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഒരു മതേതര പ്ലാറ്റ്ഫോമിൽ നടത്തണം എന്നുള്ള ഒരു ചർച്ചയുണ്ട്. അതേസമയം മതാത്മകമായി തന്നെ കൊണ്ടുപോകണം, ഒരു മുസ്ലിം അസ്തിത്വത്തിനെതിരെയുള്ള ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ മതപരമായി തന്നെ നേരിടണം എന്ന് പറയുന്ന ചില വാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇത് യൂത്ത് ലീഗിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്, ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അല്ല, ഈ സമരത്തിൽ മതപരവും മതേതരത്വവും എന്നൊക്കെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു 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 ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ ഇതിൻ്റെ വിക്ടിം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണല്ലോ. മുസ്ലിങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് മതേതരത്വം അല്ലാതാകുന്നത് എങ്ങനെയാണ്? മതപരമായ ചില മുദ്രാവാക്യങ്ങളും അത്തരം ചില ചിഹ്നങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുള്ള ചില സമര രീതികൾ ഉണ്ടായിരുന്നു. അതിനെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിങ്ങനെയല്ല, ഒരു മതേതര എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അങ്ങനെയായിരിക്കണം നമ്മൾ നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദം ഉണ്ടായിരുന്നു. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ ആരും വിളിക്കാൻ പാടില്ല എന്നത് ശരിയാണ്. അതല്ലാതെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിലൊരു ശരികേടുണ്ട്. ഇപ്പോൾ ദളിതർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കേണ്ടത് എല്ലാവരും സംസാരിക്കേണ്ടതാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കഴിയുക ദളിതർക്കാണ്. അവർക്ക് മനസ്സിലാകുന്ന പോലെ വേറെ ആർക്കും മനസ്സിലാവില്ല. ആദിവാസികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവർക്ക് സംസാരിക്കുന്ന പോലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റാർക്കും പറയാൻ കഴിയില്ല. ഇപ്പം മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിച്ച് അവരെ സൈഡ് ലൈൻ ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തി മറ്റുള്ള വിഭാഗക്കാരെ ഒരുമിച്ച് നിർത്തി അധികാരത്തിൽ വരാൻ കഴിയും എന്നൊരു തന്ത്രമാണല്ലോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നടത്തുന്നത്. അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്ക് പറയാൻ കഴിയുന്നത് പോലെ ആ വേദന മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല. അവർക്ക് പറയാൻ കഴിയില്ല എന്നല്ല, അവർ പറയണം, എല്ലാവരും പറയണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ വിക്റ്റിമായി പല കാരണങ്ങൾ കൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സമുദായം ഇനി നിങ്ങൾ സമരം ചെയ്യുമ്പം പോലും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ചാപ്പയടി അത് വീണ്ടും ഈ ശബ്ദിക്കാൻ പോലുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തൊക്കെ വിളിക്കണം, ഏതൊക്കെ മുദ്രാവാക്യമാണ് ഉയർത്തേണ്ടത് എന്ന് വരെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമീപനം ശരിയല്ല എന്നാണ് എൻ്റെ നിലപാട്. അതേസമയത്ത് മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇക്കാര്യത്തിൽ നിന്നല്ല ഒരു സമയത്തും ആരും വിളിക്കാൻ പാടില്ല. മറ്റുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നത് അത് ഓരോ സംഘടനയുടെ രീതിയും നിലപാടുമൊക്കെയാണ്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ ചുഴിഞ്ഞു പോയാൽ അതിനൊക്കെ പല രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതൊന്നും പറയേണ്ട ഒരു സമയമല്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ടുള്ള സമരങ്ങൾ വേണം. പക്ഷെ നിങ്ങളുടെ സമരം നിങ്ങൾ
നിങ്ങളെ പ്രശ്നം നിങ്ങൾ പറയരുത് എന്ന് കഴിഞ്ഞ കാലങ്ങളൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മാത്രം പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയണത്, അതിലെന്താ പ്രശ്നം? ദളിതരുടെ പ്രശ്നം ദളിതരിൽ പറയുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ആദിവാസിയുടെ പ്രശ്നം ആദിവാസിക്ക് പറയാമല്ലോ. മുസ്ലിങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങൾക്ക് പറയാം.